ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഡോട്ട് കോയിൻ എന്നൊരു ടെലിഗ്രാം മൈനിങ് ബോട്ടിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിന്നെ ഇതിൻ്റെ വഴി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് കാണാം. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഈ ബോട്ട് പരിചയപ്പെടുത്താൻ കാരണം എന്താ വെച്ചാൽ ഇത് ബാക്ക് ചെയ്തിരിക്കുന്ന വെനമാണ്. വെനം എന്നത് എന്താ വെച്ചാൽ ഒരു ബ്ലോക്ക് ചെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ടോണ്, ക്രിപ്റ്റോ, ഇത്തേറിയം പോലെയുള്ള ബ്ലോക്ക് ചെയിൻ തന്നെയാണ് വെനം. അവരാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ഞാൻ ഈ ബോട്ടിൻ്റെ വീഡിയോ ചെയ്യാൻ കാരണം. അത്യാവശ്യം നല്ല സപ്പോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ടും ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് അത്യാവശ്യം പോയിന്റ് എഴുതി വെച്ചാൽ കുറച്ച് അത്യാവശ്യം റവന്യൂ കിട്ടും. ഓവറായിട്ട് പ്രതീക്ഷിക്കേണ്ട, എന്നാലും കുറച്ചൊക്കെ നിങ്ങൾക്ക് റിവാർഡ് കിട്ടും ഇത് ലിസ്റ്റ് ആവുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ഇതിൽ എങ്ങനെ പോയിന്റ്സ് എണ്ണിയാൽ പറയാം. ഒന്നാമത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡെയിലി ഹാംസ്റ്ററൊക്കെ മൈനുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. ഡെയിലി ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ പോയിന്റ്സ് എണ്ണി അതേ സംഭവം തന്നെയാണ് ഇവിടെയും. അങ്ങനെ നിങ്ങൾക്ക് പോയിന്റ്സ് എൺ ചെയ്യാൻ പറ്റും. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ബൂസ്റ്റിൻ്റെ സെഷൻ പോയി കഴിഞ്ഞു വെച്ചാൽ ഇവിടെ മൾട്ടിപ്പിൾ ഡെയിലി അറ്റംപ്റ്റ് BTC മൈനിങ്. ഇത് ഞാൻ ലാസ്റ്റ് പറഞ്ഞത് എന്താ സംഭവം എന്ന്. നമുക്കിവിടെ പിന്നെ ഇവിടെ ഏൺ സെഷനിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്താ പറയുക, സാധാ ഏൺ പറഞ്ഞ ടാസ്കുകളാണ്. ഓരോരോ ബോട്ട് ജോയിൻ ചെയ്യുക, ടെലിഗ്രാം ജോയിൻ ചെയ്യുക. അത് ചെറിയ ചെറിയ ടാസ്കുകൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റും. അത് ഇതിലെത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ ഗെയിംസിൻ്റെ സെഷൻ പോയി കഴിഞ്ഞ വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്ലേ X2. അത് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഡെയിലി കയറും തോറും നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ പോയിന്റ്സ് ഡബിൾ ചെയ്യാൻ പറ്റും ഒരു തവണ. അത് പറഞ്ഞു ഇപ്പോൾ എൻ്റെ അടുത്ത് 3 ലക്ഷം പോയിന്റ്സ് ഉണ്ട് വിചാരിച്ചോ. അപ്പോൾ നമ്മളിവിടെ ഡബിളിൻ്റെ അവിടെ അമർത്തിച്ചാൽ അതെങ്ങനെയാവും, അപ്ഗ്രേഡ് ആയിട്ട് 3 ലക്ഷത്തി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ എന്താ പറയുക, പോയിന്റ്സ് കുറച്ചും കൂടി ഡബിൾ ആയത്. അതാണ് ഇതിൽ ഉദ്ദേശിച്ചത്. എല്ലാ ദിവസവും ഒരു തവണയാണ് നിങ്ങൾക്ക് ഇവിടെ ഡബിൾ ചെയ്യാൻ പറ്റുക. ഇതിൽ അത്രയേ ഉള്ളൂ. പിന്നെ നോക്കുകയാണെങ്കിൽ ഗെയിംസിൽ ഇവിടെ സ്പിന്നർ പറഞ്ഞിട്ട് സംഭവമുണ്ട്. അത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഡെയിലി സ്പിൻ ചെയ്തിട്ട് DTC പോയിന്റ് പറഞ്ഞ പോയിന്റ് എണിയാൻ പറ്റും. DTC പോയിന്റ് എന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. പിന്നെ DTC പോയിന്റോ അല്ലെങ്കിൽ വെനമോ കിട്ടും. വെനം പറഞ്ഞു വെച്ചാൽ അതൊരു ടോക്കൺ, ലിസ്റ്റായ ടോക്കണാണ് വെനം ബ്ലോക്ക് ചെയിനിനെ. അത് നിങ്ങൾക്ക് വെനമിൻ്റെ വാലറ്റ് കണക്ട് ചെയ്തിട്ട് അതിലേക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ആക്കാൻ പറ്റും. അതിൻ്റെ കാര്യങ്ങൾ വീഡിയോൻ്റെ മുന്നേ പറഞ്ഞു തരാം. അതാണ് ഇതിൽ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ താഴെ നോക്കുകയാണെങ്കിൽ ഗെയിംസ്. നമ്മുടെ ഹാംസ്റ്റർ കളിക്കുന്നവർക്കാണെങ്കിൽ അറിയും, എന്താ പറയുക, നമ്മൾ ഈ ഗെയിം കളിച്ചിട്ട് ഒരു കോഡ് കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ അത് കൊടുത്തതിന് വെച്ചാൽ നമുക്ക് മറ്റേ കീ കിട്ടും. ആ സംഭവമാണ് ഇതിൽ. ഇത് നിങ്ങൾ വേണമെങ്കിൽ കളിച്ചാൽ മതി. ഓവറായിട്ട് സമയം കളയണ്ട. ഇങ്ങനത്തെ ഗെയിമൊന്നും കളിച്ചിട്ട് നിങ്ങൾ സമയം കളയാൻ നിൽക്കേണ്ട. ചെറിയ ചെറിയ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് മാത്രം പോയിന്റ് എണ്ണിയാൽ നോക്കുക. അത്രയൊക്കെ പറയാനുള്ളൂ ഇതിൽ. പിന്നെ ഇതിൽ നോക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഈ പോയിന്റ്സിൽ നിങ്ങൾ ഡെയിലി ടാസ്കിനും ഫ്രണ്ട്സിനും ഇൻവൈറ്റ് ചെയ്ത പോയിന്റ്സ് ഇത് വെച്ചിട്ടല്ല നിങ്ങൾക്ക് എന്താ പറയുക എയർ ഡ്രോപ്പ് അലോക്കേഷൻ കിട്ടുക. അത് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് എങ്ങനെ എയർ ഡ്രോപ്പ് അലോക്കേഷൻ കിട്ടുക എന്ന് വെച്ചാൽ DTC കോയിൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടുക. അതെങ്ങനെ വെച്ച് വെച്ചാൽ ഇവിടെ ബൂസ്റ്റിൻ്റെ സെഷൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ DTC മൈനിങ് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ തൊട്ട് കഴിഞ്ഞ വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഏത് നിങ്ങൾ ഡെയിലി ടാസ്കുകളും കാര്യങ്ങളും ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ പോയിന്റ്സ് വെച്ച് നിങ്ങൾക്ക് ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ 1,06,00,000 സംതിങ് പോയിന്റ് വേണം. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇവിടെ അപ്ഗ്രേഡ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡെയിലി കിട്ടുന്ന DTC കോയിൻ ആയിട്ടുള്ള ഒരു കോയിൻ്റെ എന്താ പറയുക, ഇപ്പോൾ ഒരു ദിവസം എനിക്ക് 10 DTC ആണ് കിട്ടണമെങ്കിൽ അടുത്ത ദിവസം 20 DTC കിട്ടും. അങ്ങനെ ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിലുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ ഹോം സെഷനിൽ പോയി കഴിഞ്ഞ വെച്ചാൽ കാണാൻ പറ്റും എനിക്ക് ഒരു ദിവസം 32 DTC ആണ് ഒരു ദിവസം കിട്ടുക. അതെങ്ങനെ, ഞാൻ ഡെയിലി ഇവിടെ ബൂസ്റ്റിൻ്റെ സെഷൻ പോയിട്ട് DTC മൈനെ ഇവിടെ അപ്ഗ്രേഡ് ചെയ്യും തോറും കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഡെയിലി ഇപ്പോൾ 32 DTC കിട്ടുക. നിങ്ങൾക്ക് ആദ്യം അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ 10ഒക്കെയാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഇവിടെ അപ്ഗ്രേഡ് ചെയ്യുക. ഇതിൽ അത്രയേ ഉള്ളൂ. അപ്പോൾ പറ്റുന്ന പോലെ എന്താ പറയുക ഇവിടെ അപ്ഗ്രേഡ് ചെയ്യുക. നിങ്ങൾക്ക് ഈ DTC പോയിന്റ് ഇപ്പോൾ എൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ വാലറ്റ് സെഷനിൽ പോയി കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ അടുത്ത് 1984 DTC കോയിൻ ഉണ്ട്. ഇതിലാണ് നിങ്ങൾക്ക് ഇതാണ് ഏറ്റവും വാല്യൂ. മറ്റേ നിങ്ങൾ ഡെയിലി ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത പോയിന്റിന് കാര്യമില്ല. ആ പോയിന്റ് എന്തിനാണ്, ഈ DTC മൈനിങ്ങിൻ്റെ ആ ലെവൽ കൂട്ടാൻ മാത്രമാണ്. അപ്പോൾ ഈ DTC പോയിന്റാണ് നല്ല ഇമ്പോർട്ടൻറ്റ്. ഇതാണ് നിങ്ങൾ ഡെയിലി മൈൻ ചെയ്യേണ്ടത്. അതുപോലെ ഡെയിലി തന്നെ കൂടും. നിങ്ങൾ ഡെയിലി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടുള്ളൂ. അപ്പോൾ എന്താ പറയുക, എയർ ഡ്രോപ്പ് കിട്ടുമ്പോൾ ഈ DTC കോയിനാണ് നോക്കുക. നിങ്ങൾ പോയിന്റ്സ് എല്ലാം നോക്കുക. അപ്പോൾ ഇത് എന്തായാലും നോക്കുക. പിന്നെ ഇതിൽ വാലറ്റ് കണക്ഷൻ പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഈ വെനം വാലറ്റാണ്. അപ്പോൾ വെനം വാലറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ആക്കുക. അതിൽ അക്കൗണ്ട് വാലറ്റ് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയാൽ മതി. നമ്മുടെ വാലറ്റ് ആവും. സീഡ് പേസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും ബുക്കിലൊക്കെ എഴുതി വെക്കുക. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് സാധാ അത് കണ്ടാൽ മനസ്സിലാവും. അതിൽ അത്രയേ ഉള്ളൂ. എന്നിട്ട് അത് ലോഗിൻ ചെയ്തിട്ട് ഇവിടെ ഞങ്ങളുടെ ബോർഡിൽ വന്നിട്ട് എന്താ പറയുക കണക്റ്റ് കൊടുത്തതിന് വെച്ചാൽ നിങ്ങളുടെ വെനമിൻ്റെ ആ വാലറ്റിൽ കയറി കഴിഞ്ഞിട്ട് തന്നെ കണക്റ്റ് ആവും. അതിൽ അത്രയേ ഉള്ളൂ. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൽ ഇത്രയൊക്കെയാണ് ചെയ്യുള്ളൂ. പറ്റുന്ന പോലെ എല്ലാവരും മൈൻ ചെയ്യാൻ നോക്കുക. എന്താ പറയുക, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു അടുത്ത വീഡിയോ കാണാം. ശരി, ബൈ.